ഉത്സവപ്പറമ്പിൽ ആഘോഷം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് കളിയും ചിരിയുമായി വരുന്ന തേജസ്സിനെ കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മുമ്പിലേക്ക് എത്തിയത് തേജസ്സിൻ്റെ ജീവനുള്ള ശരീരമല്ല, വെള്ള പുതപ്പിച്ച മൃതദേഹമായിരുന്നു. എന്താണ് തേജസ് ചെയ്തത് തെറ്റെന്നറിയോ? രാജ്യദ്രോഹ കുറ്റമാണോ? അല്ല. 2-3 ആളുകളെ കൊന്നു? അല്ല, അതുമല്ല. പിന്നെന്താ ചെയ്തിട്ട്? ഉത്സവപ്പറമ്പിൽ അവനിങ്ങനെ നടക്കുന്ന വഴിയിൽ ആരോ ഒരാളെ കാലിൽ ചവിട്ടി. ഈ 4 നരാധവന്മാരും കൂടി ആ കുഞ്ഞിനെ തല്ലി അങ്ങ് കൊന്നു. എനിക്കിത് പറയുമ്പം എൻ്റെ ഹൃദയത്തിൽ വല്ലാതൊരു വിങ്ങൽ വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ പടച്ചറബെ, ഞാൻ ഹരികൃഷ്ണൻ്റെ വീട്ടിൽ പോയി ഞാൻ ആ ദയനീയമായ കാഴ്ച കണ്ടൊരാളാണ്. 2 ആൺമക്കൾ, ആ ആൺമക്കൾ പോയി അധ്വാനിച്ചിട്ടാണ് ആ കുടുംബം കഴിയുന്നത്. അമ്മക്കും വയ്യ, അച്ഛനും വയ്യ, 2ഉം രോഗാതുരരാണ്. ആ കുടുംബത്തിന് അത്താണിയായിരുന്നു ഹരികൃഷ്ണൻ. ഹരികൃഷ്ണനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വല്ല കൊലക്കേസിലെ പ്രതിയാണ്? അത് ആരെങ്കിലും ആക്രമിച്ചോ? അല്ല. തൻ്റെ അമ്മയെ ഉത്സവപ്പറമ്പിലിട്ട് ആക്ഷേപം പറഞ്ഞതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് പട്ടിനെ അടിക്കുന്നവരടിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം തികഞ്ഞില്ല. കണ്ടില്ല തേജസ് എന്ന് പറയുന്ന കരച്ചിൽ. നമുക്ക് എങ്ങനെ ഇങ്ങനെ സഹിക്കാൻ പറ്റും? നമ്മുടെ മക്കളുള്ളവരല്ലേ? എന്തതിൻ്റെ പരിഹാരം? എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു സംവിധാനം കൊണ്ട് നമ്മുടെ മക്കൾ അവർക്ക് സുരക്ഷ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കാത്തോളണം. അവരുടെ കളിയും ചിരിയും നിങ്ങളുടെ മരണത്തോളം, നിങ്ങളുടെ മരണം വരെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ: നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സുരക്ഷിതമായിട്ട് കാത്തോണം. നമ്മുടെ ചുറ്റുമുള്ള മനസ്സാക്ഷിയില്ലാത്ത മനസ്സ് മരവിച്ചു പോയ മൃഗത്തുല്യരെന്ന് പറയാൻ പറ്റില്ല, മൃഗത്തിന് പോലും കാരുണ്യമുണ്ട്. ഒരു സിംഹം തൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു സിംഹത്തെ തിന്നാറില്ല. ഒരു സിംഹവും മറ്റൊരു സിംഹത്തെ ആക്രമിക്കാറില്ല. ഒരു പാമ്പും മറ്റൊരു പാമ്പിനെ ആക്രമിക്കാറില്ല. അങ്ങനെ സ്വർഗത്തോട് ഏതൊരു ജീവിക്കും കാരുണ്യമുണ്ട്. പക്ഷേ സ്വന്തം വർഗത്തോട് കാരുണ്യമില്ലാത്ത ഒരേ ഒരു ജന്മങ്ങളുടെ പേരാണ് മനുഷ്യൻ. അതുകൊണ്ട് മൃഗത്തുല്യർ എന്ന് പോലും ഇവരൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം മാതാപിതാക്കളോട് പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കാത്തോണേ. ഇവിടെ ഒരു സംവിധാനവും അതിനില്ല. നിങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ആറ്റുനോറ്റി 10ഉം 12ഉം 20ഉം കൊല്ലമൊക്കെ നിങ്ങൾ സംരക്ഷിച്ച് പിടിച്ച മക്കൾ നിങ്ങളുടെ മുമ്പിൽ മൃതദേഹമായിട്ട് വരുമ്പോൾ, ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ മൃതദേഹമായിട്ട് വരുമ്പോൾ അതിലെ പ്രതികളെയൊക്കെ പിടിക്കപ്പെടും. കാലാന്തരത്തിൽ അവർക്ക് ജാമ്യം കിട്ടും. അവർ പിന്നീട് വിവാഹം കഴിച്ച് സന്തോഷകരമായി ജീവിക്കും. പക്ഷേ അവൻ്റെ സമപ്രായത്തിൽപ്പെട്ട ആളുകൾ കൂടി കളിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഴിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ അവരെ കാത്തു നോക്കിക്കോണേ. നമ്മുടെ ചുറ്റും കാരുണ്യമില്ലാത്ത മനുഷ്യരുടെ വലിയൊരു സംഗമമാണ്. എന്തുകൊണ്ട് ബാല്യകാലത്തിൽ സ്കൂളിലൊക്കെ ആറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഇംഗ്ലീഷ് പുഴുങ്ങി തിന്നുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിക്കുന്നത് കാരുണ്യത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, സഹവർത്തിത്തെക്കുറിച്ചാണ്. ഇത് പഠിപ്പിക്കാത്ത കാലത്തോളം, സഹജീവി സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത കാലത്തോളം തലമുറ നന്നാവില്ല. എത്ര കുട്ടികളാണ് നിസ്സാര കാര്യത്തിന് മേൽ തലയടിച്ച് പൊളിക്കുക, മനുഷ്യനെ കുത്തിക്കൊല്ലുക. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളൊക്കെ 90-92 കാലഘട്ടങ്ങളിൽ പഠിച്ചവരാ. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരാളെ തല്ലാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? സ്കൂൾ തുടങ്ങുന്നത് പോലും നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, നന്മയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവത്തോട് പറയുമ്പോൾ പോലും വിശുദ്ധമായൊരു സ്വഭാവം, കാരുണ്യമുള്ളൊരു സ്വഭാവം എനിക്ക് തരണേന്ന നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് പോലും അവരുടെ സ്വജീവിതം കൊണ്ട് പോലും നമുക്ക് അത്തരത്തിലൊരു കാരുണ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് റീൽസിൻ്റെ ലോകമാണ്, എന്തൊക്കെയോ ഡ്രാമാറ്റിക് ലൈഫാണ്. അതുകൊണ്ട് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്കോ കുട്ടികൾക്കോ ഒരു തരത്തിലുമുള്ള ആത്മീയമായ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹവർത്തിത്തിൻ്റെ ഒരു എലമെൻറ്റും ഇല്ലാത്തൊരു ലൈഫാണ്. അതുകൊണ്ട് ഇനിയുള്ള തലമുറയിൽ നിന്ന് ഇങ്ങനെയുള്ള കാരുണ്യം പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സ്വന്തം മക്കളെ നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിച്ചോണേ. വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്.